ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 11/5/2024 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ മാത്സ് പാർട്ട് നോക്കാം. അതിൽ 51 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇന്നത്തെ വീഡിയോയിൽ 61 മുതൽ 65 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 61 മുതൽ 70 വരെ ഒറ്റ വീഡിയോയിലാക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ലെങ്തി ആയതുകൊണ്ട് ഇതിനകത്ത് സേവ് ആയി വരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ 61 മുതൽ 65 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. 61. If red is equal to 12, blue is equal to 20, violet is equal to 42, what is the code for magenta? അപ്പോൾ ഇത് മലയാളത്തിലുള്ളത് ചെയ്താൽ ഇത് ശരിയാവത്തില്ല, അതുകൊണ്ടാണ് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ എടുത്തത്. അപ്പോൾ റെഡിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ 12, ബ്ലൂവിൻ്റെ കോഡ് 20, വയലറ്റിൻ്റെ കോഡ് 42, മജന്തയുടെ കോഡ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എഴുതി നോക്കാം. റെഡിന് എത്ര അക്ഷരമുണ്ട്? 3 അക്ഷരമുണ്ട്. റെഡിൻ്റെ കോഡ് 12 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 അക്ഷരമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 4 ഗുണിച്ചിരിക്കുകയാണ്. ഇപ്പം റെഡ് എന്ന് പറയുന്നതിൻ്റെ അക്ഷരം 3 ആണ്. അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അത് ഗുണിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, 12. അപ്പോൾ അടുത്തതും ആ ബന്ധം തുടരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ബ്ലൂവിന് 4 അക്ഷരമുണ്ട്. അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് ഗുണിക്കുവാണോ എന്ന് നോക്കാം. ആണ്, 20. ആൻസർ കറക്റ്റായി. അപ്പം അടുത്തതും അതേ മോഡൽ തന്നെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. വയലറ്റ് എഴുതി നോക്കാം. 6 അക്ഷരമുണ്ട്. അതിൻ്റെ അടുത്ത സംഖ്യ 7, ഗുണിച്ചിരിക്കുന്നു 42. അതും കറക്റ്റായി. മജന്തയ്ക്കും ഇതേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം മജന്ത ഇവിടെ എഴുതാം. എത്ര അക്ഷരമുണ്ട്? 7 അക്ഷരമുണ്ട്. അടുത്ത സംഖ്യ 8. ഇപ്പം രണ്ടും കൂടെ ഗുണിച്ചു 56 കിട്ടി. അപ്പോൾ ഇവിടെ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. 56 ഉണ്ട്. ഓപ്ഷൻ സി ആണ് 56. അപ്പം ഈ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് 3 എണ്ണം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് ഗുണിച്ചു. അപ്പം അതേപോലെ എല്ലാം അങ്ങനെയാണ്. ആ അക്ഷരത്തിന് എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയിട്ട് ഗുണിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ആൻസർ 56, ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിലുള്ള നോക്കാം. 62. 6:40 ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര? 6:40. അപ്പോൾ ഇത് ചെയ്യാനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. a × 30 - 11 / 2 b. a എന്ന് പറഞ്ഞാൽ മണിക്കൂർ, b എന്ന് പറഞ്ഞാൽ മിനിറ്റ്. വേണമെങ്കിൽ അങ്ങനെയും പഠിച്ചു വയ്ക്കാം. മണിക്കൂർ × 30 - 11 / 2 മിനിറ്റ്. അപ്പോൾ ഇത് എയും ബിയും ആവുമ്പോൾ എളുപ്പം പറഞ്ഞു പോകാമല്ലോ, അതുകൊണ്ടാണ് എയും ബിയും പറഞ്ഞത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? മണിക്കൂർ × 30 - 11 / 2 മിനിറ്റ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഇട്ടാണ് ഇങ്ങനെയുള്ള കണക്ക് വരുമ്പോൾ ചെയ്യേണ്ടത്, കോൺ അളവിൻ്റെ കണക്ക് വരുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. മണിക്കൂർ എത്രയാണ്? 6 മണിക്കൂർ. 6 മണിക്കൂർ 40 മിനിറ്റ് അല്ലേ 6:40 എന്ന് പറയുന്നത്. 6 × 30 - 11 / 2 40. ഇത് വെട്ടിപ്പോവും. 20 കിട്ടി. 6 × 30 എത്ര കിട്ടും? 180 കിട്ടും. മൈനസ് 20 × 11 220 കിട്ടും. അപ്പോൾ 220 നിന്ന് 180 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 0.4 40 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 40 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഉണ്ട്, ആൻസർ ഉണ്ട്. ഓപ്ഷൻ എ 40 ഡിഗ്രി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി സമയം 12നും 1നും ഇടയ്ക്ക് തന്നാൽ, സമയം 12നും 1നും ഇടയ്ക്കാണ് തരുന്നതെങ്കിൽ കോണളവ് കാണാനുള്ള ഇക്വേഷൻ 11/2 മിനിറ്റ്. എന്താണ്? കോണിൻ്റെ അളവ് 12നും 1നും ഇടയ്ക്കുള്ള കോണിൻ്റെ അളവാണ് കണ്ടുപിടിക്കാൻ തന്നിരുന്നാൽ മണിക്കൂർ എന്നുള്ള
ഭാഗം വേണ്ട, 11/2 ഗുണം മിനിറ്റ് ചെയ്താൽ മതി. ഇനി സമയം പൂർണ്ണ മണിക്കൂർ മാത്രമായി തന്നാൽ കോണളവ് 30 ഗുണം മണിക്കൂർ. 30 ഗുണം മണിക്കൂർ. അതായത് 2 മണി അല്ലെങ്കിൽ 3 മണി ഇടയിലുള്ള കോണളവ് എത്രേ എന്ന് ചോദിച്ചാൽ ആ 3 മണി എന്ന് മാത്രം, ആ 30 ഗുണം 3 മണി ഇങ്ങനെ ഗുണിച്ചാൽ മതി, വേറൊന്നും അതിനകത്ത് ചെയ്യാനില്ല. അപ്പോൾ ഒരു സമയം പൂർണ്ണ മണിക്കൂർ മാത്രമായിട്ടാണ് തരുന്നതെങ്കിൽ കോണളവ് 30 ഗുണം മണിക്കൂർ ആയിരിക്കും. അതല്ല സമയം 12നും 1 മണിക്കും ഇടയ്ക്കാണ് തരുന്നതെങ്കിൽ കോണളവ് കാണാനുള്ള ഇക്വേഷൻ 11/2 ഗുണം മിനിറ്റ് എന്നാണ്. അല്ലാതെ രണ്ട് സംഖ്യകൾ, അതായത് ഇതുപോലെ 6:40 അങ്ങനെ തന്നു കഴിഞ്ഞാൽ കോണളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മണിക്കൂർ ഗുണം 30 മൈനസ് 11/2 ഗുണം മിനിറ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 63. 5 AM ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അതേ ദിവസം 12:20 AM വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ്? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 5 AM ശരിയായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അപ്പം നമുക്ക് 5 മണി തൊട്ട് 10 മണി വരെയുള്ള സമയം എടുക്കാം. പിന്നീട് 20 അല്ലേ കൊടുത്തിരിക്കുന്നത്, അപ്പം 30 മിനിറ്റ് കൂടുന്തോറും അല്ലേ അത് മാറുന്നത്. അപ്പം 10 മണി വരെ നമുക്ക് എടുക്കാം. അപ്പം 5 തൊട്ട് 10 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 5 മണിക്കൂറുണ്ട്. അരമണിക്കൂർ കൊണ്ടാണ് ക്ലോക്കിൽ സമയം 2 മിനിറ്റ് വീതം കൂടുന്നത്. അപ്പം 5 മണിക്കൂറിൽ എത്ര അരമണിക്കൂറുണ്ട്? 10 അരമണിക്കൂറുണ്ട് അല്ലേ. 5 മുതൽ 5:30, 5:30 മുതൽ 6, 6 മുതൽ 6:30, അങ്ങനെ നോക്കുമ്പോൾ 10 അരമണിക്കൂർ സമയമുണ്ട്. അപ്പം 2 മിനിറ്റാണ് കൂടുന്നത്. അപ്പം 10 ഗുണം 2 എത്ര മിനിറ്റ് കൂടും അന്നേരം? 20 മിനിറ്റാണ് അവിടെ കൂടുന്നത് അല്ലേ. 20 മിനിറ്റാണ് സമയം കൂടുന്നത്. 5 മണി തൊട്ട് 10 മണി വരെ 20 മിനിറ്റാണ് അവിടെ കൂടുന്നത്. അപ്പം 10 മണി ആണ് യഥാർത്ഥ സമയമെങ്കിൽ അത് കാണിക്കുന്നത് 10:20 എന്നായിരിക്കും. 20 മിനിറ്റ് അല്ലേ കൂടുതൽ പോകുന്നത്. 10 മണിയാണ് യഥാർത്ഥ സമയമെങ്കിൽ കാണിക്കുന്നത് 20 മിനിറ്റ് എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് യഥാർത്ഥ സമയം എത്രയാണ് എന്നാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥ സമയം ഓപ്ഷൻ സി 10 AM. 10 AM ആകുമ്പോഴാണ് 20 മിനിറ്റ് കൂടി 10:20 എന്ന് കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 64. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണ്. ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് 25. തുടർച്ചയായ നമുക്ക് 1 മുതൽ അല്ലെങ്കിൽ 2 മുതൽ 6 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയാ നമ്മൾ കണ്ടുപിടിക്കുന്നത്? 2 അധികം 4 അധികം ഇപ്പം 6 വരെയുള്ളതാണ്. ഇതിന് 3ൻ്റെയും കണ്ടുപിടിച്ചിട്ട് 3 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താലാണ് ഇവിടെ നമ്മൾ ശരാശരി കണ്ടുപിടിക്കുന്നത് അല്ലേ. 2, 4, 6 ഈ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിവൈഡ് ബൈ 3 കൊടുക്കും. 3 സംഖ്യകളുള്ളതുകൊണ്ട് 3 കൊടുക്കും. അപ്പം ടോട്ടൽ ഡിവൈഡ് ബൈ എണ്ണം, ഇതാണ് ശരാശരി കണ്ടുപിടിക്കുന്ന വാക്യം. അപ്പം ഇത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പം ഇവിടെ സംഖ്യ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അതിന് പകരം നമ്മൾ കൊടുക്കുന്നു എക്സ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. 6 ഇരട്ട സംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സംഖ്യ എക്സ്. അപ്പോൾ ഈ 6 സംഖ്യകളെയും കൂടെ കൂട്ടിയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ശരാശരി കിട്ടുന്നത്. അപ്പോൾ ഒരു സംഖ്യ നമ്മൾ എക്സ് എന്ന് എടുത്തു. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ കൂടെ 2 കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടി. അപ്പോൾ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ എക്സിൻ്റെ കൂടെ 4 കൂട്ടിയാൽ അതിൻ്റെ അടുത്ത സംഖ്യ കിട്ടി. അപ്പം അങ്ങനെ കണ്ടുപിടിക്കാം. എക്സ് അധികം എക്സ് പ്ലസ് 2 അധികം എക്സ് പ്ലസ് 4 അധികം എക്സ് പ്ലസ് 6 അധികം എക്സ് പ്ലസ് 8 അധികം എക്സ് പ്ലസ് 10 ഡിവൈഡ് ബൈ 6. സംഖ്യകളുടെ തുക ഡിവൈഡ് ബൈ എണ്ണം, അതാണല്ലോ ശരാശരി കണ്ടുപിടിക്കുന്നത്. അപ്പം ഇങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ എത്രയായിരുന്നു കിട്ടിയെന്ന് അവർ പറഞ്ഞേക്കുന്നത്? 25 കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ 25 അവർക്ക് ആൻസർ കിട്ടിയത്.
നമുക്ക് ഇങ്ങനെ ഇവിടെ ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ചെയ്യാം. എഴുതാം എക്സ് പ്ലസ് 2 അധികം എക്സ് പ്ലസ് 4 അധികം എക്സ് പ്ലസ് 6 അധികം എക്സ് പ്ലസ് 8 അധികം എക്സ് പ്ലസ് 10 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നതാണ് 25 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടി എഴുതാം. എക്സ് ചരങ്ങളെല്ലാം കൂടെ ആദ്യം കൂട്ടുന്നു. 6x ഉണ്ട്. 6x അധികം 2 4 6 8 10 അത് കൂട്ടുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 30 കിട്ടി. ഡിവൈഡഡ് ബൈ 6 = 25 കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ നാളെ പഠിച്ചായിരുന്നല്ലോ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഒരു 1 ഇട്ട് കൊടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 6x അധികം 30 എന്ന് പറയുന്നത് 6 ഗുണം 25 എന്ന് കിട്ടും. 6x അധികം 30 = 6 ഗുണം 25 എന്ന് പറഞ്ഞാൽ 150. പിന്നെ ഈ സംഖ്യ അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പം അങ്ങനെ മൈനസ് ആകും. അപ്പം ഇതിനെ കുറച്ചാൽ മതി. അപ്പം 6x = നേരത്തെ ഇതേ മോഡൽ കണക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 150 മൈനസ് 30 = 120 അല്ലേ? അപ്പം 6x എന്ന് പറയുന്നത് 120 എന്ന് നമുക്ക് കിട്ടി. അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ x കണ്ടുപിടിക്കുന്നത്? 120 ഡിവൈഡഡ് ബൈ 6. 20 എന്ന് കിട്ടി. x എന്ന് പറഞ്ഞാൽ 20 എന്ന് കിട്ടി നമുക്ക്. അപ്പോൾ x എന്ന് പറയുന്നത് 20 ആണ്. ആദ്യത്തെ സംഖ്യ 20 ആണ്. അപ്പോൾ അവസാനത്തെ സംഖ്യ എത്രയായിരിക്കും? അവസാനത്തെ സംഖ്യ നമ്മൾ എന്ത് തരം ചെയ്ത് x + 8 x + 10 ഇതിൻ്റെ കൂടെ 10 കൂടെ കൂട്ടുന്നു. 20ൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ 30. ആദ്യത്തെ സംഖ്യ 20, അവസാനത്തെ സംഖ്യ 30 എന്നും കിട്ടി. ഇതിന് വില ഇട്ട് കൊടുത്താൽ പോരെ? ആദ്യത്തെ അവസാനത്തെ അതിനകത്തും ആദ്യത്തെ സംഖ്യ 20 എന്ന് കിട്ടി, അവസാനത്തെ സംഖ്യ 30 എന്നും കിട്ടി. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ 30ൽ നിന്ന് 20 കുറച്ചാൽ 10. അപ്പോൾ എത്രയാണ് വ്യത്യാസം? 10 ആണ് വ്യത്യാസം. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ബി 10. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 63. 5 AM ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അതേ ദിവസം 12:20 AM വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ്? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 5 AM ശരിയായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അപ്പം നമുക്ക് 5 മണി തൊട്ട് 10 മണി വരെയുള്ള സമയം എടുക്കാം. പിന്നീട് 20 അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പം 30 മിനിറ്റ് കൂടുന്തോറും അല്ലേ അത് മാറുന്നത്. അപ്പം 10 മണി വരെ നമുക്ക് എടുക്കാം. അപ്പം 5 തൊട്ട് 10 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 5 മണിക്കൂറുണ്ട്. അരമണിക്കൂർ കൊണ്ടാണ് ക്ലോക്കിൽ സമയം 2 മിനിറ്റ് വീതം കൂടുന്നത്. അപ്പം 5 മണിക്കൂറിൽ എത്ര അരമണിക്കൂറുണ്ട്? 10 അരമണിക്കൂറുണ്ട് അല്ലേ? 5 മുതൽ 5:30, 5:30 മുതൽ 6, 6 മുതൽ 6:30 അങ്ങനെ നോക്കുമ്പോൾ 10 അരമണിക്കൂർ സമയമുണ്ട്. അപ്പം 2 മിനിറ്റാണ് കൂടുന്നത്. അപ്പം 10 ഗുണം 2 എത്ര മിനിറ്റ് കൂടും അന്നേരം? 20 മിനിറ്റാണ് അവിടെ കൂടുന്നത് അല്ലേ? 20 മിനിറ്റാണ് സമയം കൂടുന്നത്. 5 മണി തൊട്ട് 10 മണി വരെ 20 മിനിറ്റാണ് അവിടെ കൂടുന്നത്. അപ്പം 10 മണി ആണ് യഥാർത്ഥ സമയമെങ്കിൽ അത് കാണിക്കുന്നത് 10:20 എന്നായിരിക്കും. 20 മിനിറ്റ് അല്ലേ കൂടുതൽ പോകുന്നത്. 10 മണിയാണ് യഥാർത്ഥ സമയമെങ്കിൽ കാണിക്കുന്നത് 20 മിനിറ്റ് എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് യഥാർത്ഥ സമയം എത്രയാണ് എന്നാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥ സമയം ഓപ്ഷൻ സി 10 AM. 10 AM ആകുമ്പോഴാണ് 20 മിനിറ്റ് കൂടി 10:20 എന്ന് കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 64. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണ്. ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് 25. തുടർച്ചയായ നമുക്ക് 1 മുതൽ അല്ലെങ്കിൽ 2 മുതൽ
6 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയാ നമ്മൾ കണ്ടുപിടിക്കുന്നത്? 2 അധികം 4 അധികം ഇപ്പം 6 വരെയുള്ളതാണ്. ഇതിന് 3ൻ്റെയും കണ്ടുപിടിച്ചിട്ട് 3 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താലാണ് ഇവിടെ നമ്മൾ ശരാശരി കണ്ടുപിടിക്കുന്നത് അല്ലേ. 2, 4, 6 ഈ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിവൈഡ് ബൈ 3 കൊടുക്കും. 3 സംഖ്യകളുള്ളത് കൊണ്ട് 3 കൊടുക്കും. അപ്പം ടോട്ടൽ ഡിവൈഡ് ബൈ എണ്ണം, ഇതാണ് ശരാശരി കണ്ടുപിടിക്കുന്ന വാക്യം. അപ്പം ഇത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പം ഇവിടെ സംഖ്യ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അതിന് പകരം നമ്മൾ കൊടുക്കുന്നു എക്സ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. 6 ഇരട്ട സംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സംഖ്യ എക്സ്. അപ്പോൾ ഈ 6 സംഖ്യകളെയും കൂടെ കൂട്ടിയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ശരാശരി കിട്ടുന്നത്. അപ്പോൾ ഒരു സംഖ്യ നമ്മൾ എക്സ് എന്ന് എടുത്തു. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ കൂടെ 2 കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടി. അപ്പോൾ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ എക്സിൻ്റെ കൂടെ 4 കൂട്ടിയാൽ അതിൻ്റെ അടുത്ത സംഖ്യ കിട്ടി. അപ്പം അങ്ങനെ കണ്ടുപിടിക്കാം. എക്സ് അധികം എക്സ് പ്ലസ് 2 അധികം എക്സ് പ്ലസ് 4 അധികം എക്സ് പ്ലസ് 6 അധികം എക്സ് പ്ലസ് 8 അധികം എക്സ് പ്ലസ് 10 ഡിവൈഡ് ബൈ 6. സംഖ്യകളുടെ തുക ഡിവൈഡ് ബൈ എണ്ണം, അതാണല്ലോ ശരാശരി കണ്ടുപിടിക്കുന്നത്. അപ്പം ഇങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ എത്രയായിരുന്നു കിട്ടിയെന്ന് അവർ പറഞ്ഞേക്കുന്നത്? 25 കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ 25 അവർക്ക് ആൻസർ കിട്ടിയത്. നമുക്ക് ഇങ്ങനെ ഇവിടെ ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ചെയ്യാം. എഴുതാം. എക്സ് പ്ലസ് 2 അധികം എക്സ് പ്ലസ് 4 അധികം എക്സ് പ്ലസ് 6 അധികം എക്സ് പ്ലസ് 8 അധികം എക്സ് പ്ലസ് 10 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നതാണ് 25 എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടി എഴുതാം. എക്സ് ചരങ്ങളെല്ലാം കൂടെ ആദ്യം കൂട്ടുന്നു. 6x ഉണ്ട്. 6x അധികം 2, 4, 6, 8, 10 അത് കൂട്ടുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പം 30 കിട്ടി. ഡിവൈഡഡ് ബൈ 6 = 25 കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ നാളെ പഠിച്ചായിരുന്നല്ലോ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഒരു 1 ഇട്ട് കൊടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 6x അധികം 30 എന്ന് പറയുന്നത് 6 ഗുണം 25 എന്ന് കിട്ടും. 6x അധികം 30 = 6 ഗുണം 25 എന്ന് പറഞ്ഞാൽ 150. പിന്നെ ഈ സംഖ്യ അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പം അങ്ങനെ മൈനസ് ആകും. അപ്പം ഇതിനെ കുറച്ചാൽ മതി. ഇപ്പം 6x = നേരത്തെ ഇതേ മോഡൽ കണക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 150 മൈനസ് 30 = 120 അല്ലേ. അപ്പം 6x എന്ന് പറയുന്നത് 120 എന്ന് നമുക്ക് കിട്ടി. അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ എക്സ് കണ്ടുപിടിക്കുന്നത്? 120 ഡിവൈഡഡ് ബൈ 6. 20 എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ 20 എന്ന് കിട്ടി നമുക്ക്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 20 ആണ്. ആദ്യത്തെ സംഖ്യ 20 ആണ്. അപ്പോൾ അവസാനത്തെ സംഖ്യ എത്രയായിരിക്കും? അവസാനത്തെ സംഖ്യ നമ്മൾ എന്തുവരും ചെയ്ത്? എക്സ് പ്ലസ് 8 എക്സ് പ്ലസ് 10 ഇതിൻ്റെ കൂടെ 10 കൂടെ കൂട്ടുന്നു. 20ൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ 30. ആദ്യത്തെ സംഖ്യ 20, അവസാനത്തെ സംഖ്യ 30 എന്നും കിട്ടി. ഇതിന് വില ഇട്ട് കൊടുത്താൽ പോരെ? ആദ്യത്തെ അവസാനത്തേനകത്തും ആദ്യത്തെ സംഖ്യ 20 എന്ന് കിട്ടി, അവസാനത്തെ സംഖ്യ 30 എന്നും കിട്ടി. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ 30ൽ നിന്ന് 20 കുറച്ചാൽ 10. അപ്പോൾ എത്രയാണ് വ്യത്യാസം? 10 ആണ് വ്യത്യാസം. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ബി 10. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്തത്, ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കലുകളുടെ എണ്ണം കണ്ടെത്തുക. അപ്പൊ കൈകുലുക്കലുകളുടെ എണ്ണം, ഹസ്തദാനത്തിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? n × n - 1
ഡിവൈഡ് ബൈ 2. ഹസ്തദാനങ്ങളുടെ എണ്ണം n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡ് ബൈ 2. ഇതാണ് ഹസ്തദാനങ്ങളുടെ എണ്ണം. എത്ര കിട്ടും? n 40 പേരാണ് അല്ലേ? 40 ഇൻറ്റു 39 ഡിവൈഡ് ബൈ 2 20. ആൻസർ 39 ഗുണം 20 780. 780 ആണ് കിട്ടുന്നത്. അപ്പം ആൻസർ ഡി, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇപ്പോൾ ഹസ്തദാനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡ് ബൈ 2. ഇനി സമ്മാനപ്പൊതികൾ കൈമാറുന്നു. ഒരു ചടങ്ങിൽ സമ്മാനപ്പൊതികൾ കൈമാറുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എത്ര സമ്മാനപ്പൊതികൾ പരസ്പരം കൈമാറി എന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് n ഇൻറ്റു n മൈനസ് 1. n ഇൻറ്റു n മൈനസ് 1. ഹസ്തദാനങ്ങളുടെ n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡ് ബൈ 2. സമ്മാനപ്പൊതി കൈമാറുന്നതിൻ്റെ ഇക്വേഷൻ n ഇൻറ്റു n മൈനസ് 1.